ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ അതെനിക്ക് മനസ്സിലായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകൾക്ക് മുന്നേ എഗ് പഫ് ഉണ്ടാക്കിയപ്പം കുറെ പേർക്ക് അത് ഇഷ്ടമായിട്ട് അന്ന് തന്നെ നമുക്ക് പടർത്തൊക്കെ അയച്ചു തന്നു, ഉണ്ടാക്കി പിക്ചറൊക്കെ ഇട്ടുന്നു, നന്നായി വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ കുറച്ച് പേര് പറഞ്ഞു ചിക്കൻ പഫ്സ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. സംഭവം ഏകദേശം ഈ ഒരു റെസിപ്പിയിലെ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് വ്യത്യാസം മാത്രം. അപ്പൊ ഞാൻ എഗ് പഫ് ഉണ്ടാക്കിയപ്പോ അതിലുണ്ടായ പോരായ്മകളൊക്കെ തിരുത്തിയിട്ടാണ് ചിക്കൻ പഫ്സ് ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോ ഒന്നുകൂടി നല്ല ബെറ്റർ ടെക്സ്ചർ വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ പഫ്സ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. എന്തായാലും 2-3 പ്രാവശ്യം ഇങ്ങനെ പപ്സ് ഉണ്ടാക്കി വരുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഐഡിയ നമുക്ക് പിടുത്തം കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതും ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് എഗ് പഫ് ഉണ്ടാക്കിയതും ഇപ്പൊ നമ്മൾ ചിക്കൻ പഫ്സ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാം, മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ചിക്കൻ പഫ്സ് ഉണ്ടാക്കാൻ ഞാനിവിടെ 1 ഗ്ലാസ്, അതായത് ഒരു 250 ഗ്രാം മൈദപ്പൊടിയാണ് എടുത്തു വെച്ചേക്കുന്നത്. ഒരു 4 പഫ്സിനുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ചിക്കൻ പഫ്സ് ആണെങ്കിൽ 4 പഫ്സ്, എഗ് പഫ് ആണെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു 6 പഫ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഈ മൈദമാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഞാനൊരു പാത്രത്തിലേക്ക് മൈദമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇതിൽ കുറേശ്ശെ നമ്മൾ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പൊ ഇത് കുഴച്ചിട്ടുണ്ട്. അപ്പൊ കയ്യില് കുറച്ചൊന്ന് ഓയില് ഞാൻ ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക്. എന്തായാലും ഒരു എഗ് ആവശ്യമുണ്ട്. നമ്മൾ പപ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഒരു എഗ് എടുത്തിട്ട് അതിൽ നിന്ന് 1 സ്പൂണ് എഗ് വൈറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നമ്മൾ കുഴച്ചെടുക്കാം കേട്ടോ. പൊടിയുടെ ഒപ്പിട്ടാലും കുഴപ്പമില്ല കേട്ടോ, നേരത്തെ തന്നെ ഇട്ട, ഞാൻ ജസ്റ്റ് ഒന്ന് മിസ് ചെയ്തതാണിത്. അപ്പൊ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോ ഒന്നും കൂടി നന്നായിട്ട് വന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ എഗ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ആവണില്ല, വേറൊരു ടെക്സ്റ്റാ വരുന്നത്. അപ്പോൾ ഇത്തിരി അതാണ് ഞാൻ പെട്ടെന്ന് മറന്നുപോയതാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഉച്ചപ്പോൾ ഒന്ന് നന്നായി വന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഓർത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. പഫിനെ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഇത്തിരി ആഡ് ചെയ്താക്കി എനിക്ക് വേണം ഒന്നും കൂടി അതിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് വരുന്നു തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അരമണിക്കൂർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് കൂടുതൽ ടൈം ആയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഇതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പൊ നമ്മള് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങോട്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ പീസസ്. അപ്പൊ 4 പീസ് വേവിച്ചു, ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചിട്ട് അത് ഇങ്ങനെ ചീന്തി വെച്ചതാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 വലിയ സവാള, ഒരു 2 പച്ചമുളക്, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മല്ലിയില ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്. നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി കുറച്ചും കൂടി ഓയിൽ വേണം, പിന്നെ ആവശ്യത്തിന് സോൾട്ട്. ചിക്കൻ്റെ മസാല ഉണ്ടാക്കണ്ടേ, ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ, കുറച്ച് മാത്രം മതി കേട്ടോ, അത് വളർന്ന് വരാളെ മാത്രം. അപ്പൊ ഇതൊന്ന്
വളർന്നു വരണം. അപ്പൊ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ എടുത്തു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ സ്പൈസ് പൗഡേഴ്സ് എല്ലാതും ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. ഇതില് എണ്ണ കൂടുതൽ ഒഴിക്കായിക്കോന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പപ്സ് ഉണ്ടാക്കുമ്പോൾ ആ എണ്ണ ആ കളറൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് ലീക്ക് ചെയ്ത് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് എണ്ണ മാത്രം മതിയെന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ടൊമാറ്റോ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായി കുക്കാവണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത്തിരി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ടൊമാറ്റോ കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ടൊമാറ്റോ കുക്കാവണ നേരം കൊണ്ട് നമുക്ക് കുഞ്ഞൊരു എക്സസൈസ്. അപ്പൊ സാധാരണ എന്നും പറയാറുള്ള പോലെ ഒരു കുഞ്ഞൊരു ചലഞ്ച്, നമ്മുടെ മുട്ട് നല്ല സ്ട്രോങ് ആണ് കാണിക്കാനുള്ള ഒരു ചലഞ്ച് നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് മുട്ട് കുത്താൻ പോവാണ്. ഇനി മുട്ട് കുത്തിയിട്ട് ഞാനൊരു ചെറിയൊരു എക്സസൈസ് 1 2 3 4 5 6 7 8 9 10. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല സ്ട്രോങ് ആവും കാര്യം. അപ്പൊ ഇതുപോലെ ചലഞ്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാവരുടെയും നമ്മുടെ കമന്റ് ബോക്സിൽ എന്തായാലും വന്ന് കിടക്കണം. ഓക്കെ, ടൊമാറ്റോ ഒക്കെ കുക്കായിട്ടോ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ടൊമാറ്റോ കുക്കായിണ്ട്. അപ്പൊ 10 പ്രാവശ്യം നമ്മള് ആ എക്സസൈസ് വന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടൊമാറ്റോ കുക്കായി. നമുക്ക് ടൊമാറ്റോ കുക്കാവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, എത്ര പെട്ടെന്നായത്. അപ്പോൾ നമുക്ക് ഇനി ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ സ്വല്പം ഉപ്പ് ഞാൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മള് നേരത്തെ കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഇത് കുഴച്ച് വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിനെ 4 പാർട്ടാക്കിയിട്ട് മാറ്റണം. അപ്പൊ ഒന്നും കൂടി ഞാൻ ഒന്നെടുത്ത് ഒന്ന് കുഴക്കണം. എത്ര കുഴച്ചാലും അത്രയും നല്ലതാണ് കേട്ടോ. അപ്പൊ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇത്ര നേരം വെച്ചപ്പോ ഇനി ഇതിനെ ഞാനൊരു 4 പാർട്ടാക്കിയിട്ട് മാറ്റണം. അപ്പൊ ഇതുപോലെ ഒന്ന് നമ്മള് ഒന്നുകൂടി ഉരുട്ടിയെടുക്കുക കേട്ടോ. നമ്മള് ഇവിടെ ഒരു പ്ലേറ്റില് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതേപോലെ മാവിനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പൊ ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതും ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇരിക്കണം. അപ്പൊ ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടുമ്പോ നല്ല പെട്ടെന്ന് തന്നെ ഉരുണ്ട് കിട്ടും.
അപ്പോൾ നമ്മൾ 4 ഇതുപോലെ പീസും കുഴച്ച് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി എണ്ണയിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവ് ആ എണ്ണയിലൊക്കെ ഇരുന്ന് സോക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പരത്താൻ നല്ല സുഖമായിരിക്കും. മൈദയുടെ പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ പരത്താൻ പോവാണ്. അപ്പൊ ഞാൻ ഈ ചിക്കൻ പപ്സിന് ആവുമ്പോ ഇങ്ങനെ നീളത്തിലാണ് പരത്താൻ നോക്കണം കേട്ടോ. നീളത്തിനും കുറച്ച് വീതിയിലും. അപ്പൊ ഒരു സ്ക്വയർ പോലെ കിട്ടിയാൽ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പില് ചിക്കൻ പപ്സ് ഉണ്ടാക്കാം. ഇപ്പൊ മാക്സിമം നമ്മൾ വലിച്ചു നീട്ടി കഴിഞ്ഞാൽ അത്രയ്ക്ക് ആ ലെയറും ഇതൊക്കെ കിട്ടും. അപ്പോൾ ഒരുമാതിരിക്ക് നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ആ ഓയിലില്ലേ, അതിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒന്ന് തടവി കൊടുക്കണ്ടേ. കുറച്ച് മൈദയുടെ പൊടി നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ഒട്ടി പിടിക്കില്ല. ആ ലെയേഴ്സ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. അതൊക്കെ ഒന്ന് മടക്കി കൊടുക്കാം. വീണ്ടും ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കാം. മൈദയുടെ പൊടി ഇട്ടു. വീണ്ടും മടക്കാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ഉണ്ടാക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പൊ ഞാൻ ഒരു കൈ വിട്ടിട്ട് 2 കൈ കൊണ്ട് എടുത്തുട്ട്. അപ്പൊ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരും. എഡ്ജിലുള്ള അതൊക്കെ നമുക്ക് ഇങ്ങനെ നീട്ടാൻ പറ്റും കേട്ടോ, നല്ല ഭംഗിയില്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കുക്കറില് നമ്മളൊരു പോട്ടിലാണ് ചെയ്തത്. അപ്പൊ ഇപ്രാവശ്യം കുറെ പേര് ചോദിച്ചതാണ് അവനില് വെക്കുമ്പോ എങ്ങനെയാണ്. അപ്പൊ ഇത് സെയിം, ഇത് നമ്മള് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിലും വെക്കാം. പോട്ടിലോ അല്ലെങ്കിൽ കുക്കറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലോ എങ്ങനെയാ ചെയ്യുന്നത് അത് ചെയ്യാം. അതേപോലെ തന്നെ ഓവനിൽ ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ബേക്ക് ചെയ്യാൻ പോണത് ഓവനിലാണ്. അപ്പൊ നമ്മള് 4 എണ്ണം ഇതേപോലെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ബേക്ക് ചെയ്യാൻ പോണ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഓയിൽ ഇട്ടാ. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഓയിൽ ആവശ്യം വരുന്നില്ല. അല്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഓയിൽ ആവശ്യം വരുന്ന പോലെ എനിക്ക് തോന്നി. ഇന്ന് ചെയ്തതിന് ടെക്സ്ചറിന് മാറ്റൂല, നല്ല അടിപൊളി ടെക്സ്ചറായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഓരോന്ന് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒന്ന് പതുക്കെ ഒന്ന് നമുക്ക് വലിച്ചൊന്ന് നീട്ടാട്ടാ. നമുക്കത് ഇങ്ങനെ മടക്കിയെടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം സൈഡൊക്കെ. ഇനി അതുപോലെ തന്നെ എല്ലാത്തിലും നമ്മൾ ഫില്ലിങ്. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ പരത്തി ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യരുത്. അപ്പൊ അതൊക്കെ നമുക്ക് നീട്ടി ഇങ്ങനെ വലിച്ചാലും ആ ലെയേഴ്സ് ഒന്നും പോവില്ല കേട്ടോ. നമ്മൾ നേരത്തെ പപ്സിനുള്ള മാവ് കുഴക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ നമ്മൾ എഗ് വൈറ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആ എഗ് എടുത്തിട്ട് ഒന്ന് ഞാൻ ജസ്റ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഇതിന്റെ ഇപ്പൊ ഓവനിലൊക്കെ വെക്കുമ്പോൾ പ്രത്യേകിച്ചും ആ ഒരു ബ്രൗൺ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ആ ഒരു ഷെയ്ഡ് ഇതിന്റെ മേലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോ എഗ് അല്ലെങ്കിൽ പാല് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി.
നമ്മുടെ പപ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓവനിൽ വെക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 250 ഡിഗ്രി സെന്റിഗ്രേഡില് ഒരു 20 മിനിറ്റ് ആണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് ഓവൻ. മറ്റേ പാത്രങ്ങളിലാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ നല്ല കട്ടിയുള്ള പാത്രത്തിൽ അല്ലെങ്കിൽ കുക്കറിൽ കുക്കറൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം അതിലേക്ക് നമ്മളൊരു തിരട പോലത്തെ ഒരു ഇത് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം, പാത്രത്തിൽ വേണം നമ്മൾ ഇത് വെക്കാൻ. അപ്പോൾ ഇത് നമ്മൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് കയറ്റി വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ടെക്സ്ചറൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പൊ അടുത്ത തവണ നമുക്കൊരു ഉഗ്ര റെസിപ്പിയുമായി കാണാം. ബൈ.